സംഭവ സ്ഥലത്ത് നിന്നും ബിന്നിൽ കൂടി വിവരങ്ങളുമായി ചേരുന്നു. ബിന്നിൽ, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന നിരവധി ദുരന്തങ്ങളുണ്ട് എന്ന് കൺമുന്നിൽ മനസ്സിലാക്കി തരുന്ന സംഭവത്തിൽ ഒന്നുകൂടിയാണ് ഇത്. വളരെ കൃത്യമായി ഇത് ഉറപ്പിച്ച ശേഷം, അത് കൃത്യമായി ഇരിക്കുന്നു എന്ന് ഉറപ്പിച്ച ശേഷം മാത്രം വാഹനങ്ങൾ അതുവഴി കടത്തിവിടാമായിരുന്നു. അത് ഉറപ്പിച്ചതിലെ പിഴവാണ് ഗർഡറുകൾ താഴെ വീണത് എന്ന് വ്യക്തമാണ്. മോത്തി, ഇത് തന്നെയാണ് ഈ ഉയരപ്പാത നിർമ്മാണത്തിൽ എല്ലായിടത്തും തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ താഴെ കൂടി പോകുന്നു, മുകളിൽ മറ്റൊരു തടസ്സവുമില്ലാതെ ഈ ദേശീയപാത ഉയരപ്പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കാണുന്നത് അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഉയരപ്പാതയുടെ ടോൾ സ്ഥാപിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത്രയും വീതിക്ക് ഗട്ടറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ 2 തൂണുകൾക്കിടയിൽ 7 ഗട്ടറുകളാണ് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിലധികം ഗട്ടറുകളുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതാണ്, ഈ ടോൾ ഭാഗം. ഇതിന് മുകളിലാണ് ടോൾ ഗേറ്റ് വരുന്നത്. അതിനുവേണ്ടിയാണ് ഇത്രയും വീതിക്ക് ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഗാൻട്രി ക്രെയിൻ കൊണ്ടുവരും. അതായത് ഗാൻട്രി ക്രെയിൻ എന്ന് വെച്ചാൽ റെയിലിൽ ഓടിപ്പോകുന്ന ക്രെയിനാണ്. ആ ക്രെയിൻ ഉപയോഗിച്ച് ഈ ഗട്ടറുകൾ മുകളിലേക്ക് ഉയർത്തും. ഏതാണ്ട് 80 ടണ്ണിലധികം ഭാരമുണ്ട് ഒരു ഗട്ടറിന്. അത്തരത്തിൽ 2 ഗട്ടറുകളാണ് ഇവിടെ താഴെ പതിച്ചിരിക്കുന്നത്. ഇതിനിവിടെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് 7 ഗട്ടറുകൾ സ്ഥാപിക്കുന്ന സമയത്ത് സാധാരണ നിലയിലുള്ള ആ നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോൾ അവിടെ കൃത്യമായി 7 ജാക്കുകൾ സ്ഥാപിക്കും. ആ 7 ജാക്കുകൾ സ്ഥാപിച്ച് അവിടേക്ക് ഈ ഗട്ടറുകൾ ഉയർത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വീതി കൂടുതലുള്ള സ്ഥലം ഇത് ടോൾ ഗേറ്റ് ആണ്. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങൾ, ലാൻഡിങ്ങുകളുള്ള സ്ഥലങ്ങളുണ്ട്. അതായത് ഈ ഉയരപ്പാതയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയും സമാനമായ രീതിയിൽ വീതി കൂടുതലും അതോടൊപ്പം തന്നെ താഴേക്ക് ഇറങ്ങി വരുന്നതിനുള്ളൊരു സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യും. അവിടെയും കൂടുതൽ ഗട്ടറുകൾ സ്ഥാപിക്കും. ആ കൂടുതൽ ഗട്ടറുകൾ സ്ഥാപിക്കുന്നതിലുള്ള ഒരു വീഴ്ചയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആദ്യം ഗാൻഡറി ഉപയോഗിച്ച് എല്ലാ ഈ ഗട്ടറുകളും മുകളിലേക്ക് മാറ്റും. അതിനുശേഷം കൂടുതൽ ഈ വാർത്തു കൊണ്ടുവരും. ഇപ്പൊ ഈ കാണുന്ന ഈ 2 തൂണുകൾക്കിടയിൽ ഉള്ള ഭാഗത്ത് ഏതാണ്ട് ഒരു 3-4 മീറ്റർ പിന്നീട് വാർക്കുകയാണ് ചെയ്യുന്നത്. ഈ വാർത്തെടുത്തതിന് ശേഷം ഇവിടെ വച്ചിരിക്കുന്ന ഗട്ടറുകൾ ഇങ്ങോട്ടേക്ക് നീക്കി വെക്കും. അത് സാധാരണ ക്രെയിൻ ഉപയോഗിച്ചാണ് നീക്കി വെക്കുന്നത്. അങ്ങനെ സാധാരണ ക്രെയിൻ ഉപയോഗിച്ച് നീക്കി വെച്ച ഗട്ടറാണ് ഇവിടെ താഴെ പതിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവിടെയാണ് ജാക്ക് ഫെയിലിയർ ഉണ്ടായി എന്നാണ് അശോക ബിൽക്കോണിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ജാക്കി തള്ളിപ്പോയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതാണ്ട് 80 ടണ്ണിലധികം ഭാരമുള്ള 2 ഗട്ടറുകൾ അത് താഴേക്ക് പതിച്ച് നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത ഒരു ദുരന്തത്തിലേക്ക് ഇത് കാര്യങ്ങൾ പോയാനെ. ഈ പുലർച്ചെ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വാഹനത്തിന് മുകളിലേക്ക് മാത്രമായി ഇത് മാറിയത്. കാരണം രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇതുവഴി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയായി ഇത് മാറുകയും ചെയ്യും. അതുകൊണ്ട് വലിയ ഒരു ദുരന്തത്തിലേക്ക് ഇത് പോയാനെ. പുലർച്ചെ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും അപകടം ഇത്രയും കുറഞ്ഞു നിന്നത്. അതായത് ഒരു വാഹനത്തിന് മേലിലേക്ക് മാത്രമായിട്ട് മാറുകയും ചെയ്തു. ഇപ്പോൾ ഈ സ്ഥിരമായിട്ട് ഇതിൽ അപകടങ്ങളൊക്കെ സംഭവിക്കാറുള്ള ഒരു സ്ഥലമാണല്ലോ. പക്ഷെ ഇത്രയും വലിയൊരു ഗട്ടർ താഴേക്ക് വീണത് ഇത് ആദ്യമായിട്ടായിരിക്കും. ഇതിനു മുമ്പും ഈ വർക്ക് തുടങ്ങിയ സമയത്ത് തുറവൂർ ഭാഗത്ത് ഇതുപോലെ ഒരു ഗട്ടർ വീണിരുന്നു. പക്ഷെ അന്ന് ദൈവാനുഗ്രഹം കൊണ്ടോ ആരുടെ ഭാഗ്യം കൊണ്ടോ ആർക്കും അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അപകടം സംഭവിക്കുന്നത്. ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷേ ഗർഡർ വീണിട്ട് ഒരു അപകടം പറ്റുന്നത് ആദ്യമായിട്ടാണ്. തുറവൂര് വീണത് ഈ ഗട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്രെയിം അല്ലേ ആദ്യം വീണത്? ഇതിപ്പോ ഇത്രയും വലിയ, ഇത് ശരിക്കും ഒരു ഗട്ടർ, അത് 80 ടണ്ണിന് മുകളിൽ ഭാരമുള്ള സാധനം അതുപോലെ തന്നെ വീഴുക. അതെ, അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു ഇവര് ആദ്യം ക്രെയിനിൽ ഇത് മേളിൽ വെച്ച് സ്ഥാപിച്ചിട്ട് പയ്യെ നീക്കിയാണ് ഇത് അതിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആക്കുന്നത്. അപ്പൊ ഇതിന്റെ ജാക്കിന്ന് തെന്നി വീണതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. എന്നാലും നമ്മുടെ ഒരു ഇത് ഊഹം വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. തൊട്ട് പിന്നിലെ KSRTC ബസ് ഉണ്ടായിരുന്നു. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അതിനകത്തൊന്നും വീണില്ല. ഹതഭാഗ്യനായ ഒരു പത്തനംതിട്ടക്കാരനാണ് അതിനകത്ത് പെട്ടുപോയത്. ഏകദേശം 2:30 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. 2:30 മണിക്ക് സംഭവം നടന്നിട്ട് ഏകദേശം 6 മണി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ അതിനകത്ത് നിന്ന് ഇറക്കാൻ പറ്റിയത്. അത്രയും നേരം അതിനകത്ത് അദ്ദേഹം ജീവനുമായി മല്ലടിച്ച് കിടന്നു. നമുക്കൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. നാട്ടുകാർക്കോ വീണ സമയത്ത് ആൾക്ക് ചെറിയ അനക്കമൊക്കെ ഉണ്ടായിരുന്നു, കൈയൊക്കെ അനക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയി നോക്കിയപ്പോൾ അത് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഇത് ഓൾറെഡി മേളിൽ ഇരുന്നിട്ട് ഇത് എടുത്ത് മാറ്റാതെ എങ്ങനെ ആളെ പുറത്തിറക്കുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. 6 മണി സമയം, 6 മണി കഴിഞ്ഞിട്ടാണ് ആളെ ശരിക്കും പുറത്തിറങ്ങുന്നത്. 2.5 മണിക്കൂർ വീണ ശേഷം. 3 മണിക്കൂർ. അതെ, അതായത് നമുക്കറിയാം ഇതിനകത്തൊരു ജീവനുണ്ട്, പക്ഷെ ആ ആളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. കാര്യം ഇത്രയും വലിയൊരു ഗട്ടർ കിടക്കുന്നു, അത് മനുഷ്യസാധ്യമല്ല അവിടെ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളത്. ഈ ആവശ്യത്തിന് ക്രെയിനൊന്നും എത്തിയിരുന്നില്ല. ഇപ്പൊ
ക്രെയിൻ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ആൾക്കാരൊക്കെ വന്ന ശേഷം അവരെ ആൾക്കാർ ഓടിക്കളഞ്ഞു. ക്രെയിനെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു, ഗർഡർ കെട്ടി ക്രെയിൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ സെയിം എടുത്ത് റിമൂവ് ചെയ്ത ക്രെയിൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവരെ ആള് വരാനും കാര്യങ്ങളൊക്കെ വൈകിക്കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കുറ്റവിലോകം, ഇവർ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനങ്ങൾ എടുത്ത് മാറ്റാറില്ല. നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, ജനങ്ങൾക്ക് റോഡ് സൈഡിൽ കൂടെ സഞ്ചരിക്കാൻ പോലും പറ്റാതെ ഈ സൈഡിൽ കൂടെ എങ്ങനെ ആൾക്കാർ നടന്നു ഒന്ന് നോക്കി, നടക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് വർക്ക് കഴിഞ്ഞ ഈ വേസ്റ്റ് സാധനങ്ങളെല്ലാം കുന്നുകൂടി കിടക്കാണ്. തുറവൂർ മുതൽ അരൂർ വരെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മീഡിയന്റെ സെന്ററിൽ റോഡ് സൈഡുകളിലെല്ലാം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും അത് കാൽനടക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഈ സാധനങ്ങളൊക്കെ കൂടി കിടക്കുന്നത്. അപ്പൊ ഇവരുടെ ആൾക്കാർ ഈ ക്രൈം വന്നിട്ട് പോലും ഈ സാധനങ്ങൾ മാറ്റാനായിട്ട് 1 മണിക്കൂറോളം എടുത്തു. ഈ കുന്നുകൂടി കിടക്കുന്ന സാധനങ്ങൾ മാറ്റിയിട്ടാണ് ക്രെയിൻ ആ സ്ഥലത്തേക്ക് എത്തിച്ച് ഈ ആളെ അതിനകത്ത് വണ്ടിയിൽ നിന്ന് നമ്മൾ പൊക്കിയെടുക്കുന്നത്. 6:15 അദ്ദേഹത്തെ നമുക്ക് ആ വണ്ടിയിൽ നിന്ന് ഇറക്കാൻ പറ്റിയത്. അത്രയും നേരം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഇത് ടോളിന്റെ ഭാഗമാണല്ലോ, അതുകൊണ്ടാണല്ലോ കൂടുതൽ ഗട്ടറുകളൊക്കെ സ്ഥാപിച്ച് വീതി കൂട്ടിയിരിക്കുന്നത്. ഇത് സാധാരണ നിലയിൽ ചെയ്യുമ്പോഴത്തേക്ക് 7 ഗട്ടറുകൾ വയ്ക്കുന്നു. ഇത് അതിൽ കൂടുതൽ ഗട്ടർ വന്നപ്പോഴാണല്ലോ ഈ രീതിയിൽ അത് നീക്കി വെക്കേണ്ടി വന്നത്, അല്ലേ? അതെ. ഇവിടെ ടോൾ ബൂത്തിന്റെ നിർമ്മാണ ഭാഗമായിട്ടാണ് ഈ ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷൻ. സാധാരണ ലോഞ്ചിങ് ഗട്ടർ ഉപയോഗിച്ചിട്ടാണ് മെയിൻ ഗട്ടറുകൾ വെക്കുന്നത്. പക്ഷെ ഇവിടെ ടോൾ ബൂത്ത് കാരണം അതിന്റെ ആ വീതിയുടെ വർഷം കാരണമാണ് ഈ മാനുവൽ ക്രെയിൻ കൊണ്ടുവന്ന് ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കയറ്റി വെച്ച് ഈ ജാക്കി തെന്നിപ്പോയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും KSRTC ബസ്സോ മറ്റുള്ള ദീർഘദൂര വോൾവോ പോലുള്ള ബസ്സുകളോ ആ സമയത്ത് വരാതിരുന്നത് വലിയൊരു അനുഗ്രഹമായി. അല്ലെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി കൂടിയേനെ. അതായത് നമ്മൾ ഈ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ ഇതായിരുന്നില്ല ഇവിടുത്തെ ഒരു സ്ഥിതി. കാരണം ഈ സമയത്തൊക്കെ ഒരുപാട് വണ്ടികൾ, പ്രത്യേകിച്ച് സ്കൂൾ ബസ്സുകളൊക്കെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സമയമാണല്ലോ. ഈ നിർമ്മാണം നടക്കും താഴെ കൂടി വണ്ടികൾ ഒരു തടസ്സമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ്. ഒരു സെക്കൻഡ് പോലും പല സമയങ്ങളിലും ഇവരുടെ നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ടും പലരും പോകാറുണ്ട്. അതും നമ്മൾ ഈ സമയത്ത് പറയേണ്ടതാണ്. അപ്പോൾ ഇതെന്താണ് സംഭവിച്ചതെന്നുള്ള ആ സമയമായത് കാരണം കൃത്യമായിട്ട് അറിയാൻ പാടില്ല. ഇത് അവർ ട്രാഫിക് ബ്ലോക്ക് ചെയ്തിരുന്നോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. എന്താണെങ്കിലും അധികം വണ്ടികൾ ഉണ്ടായിരുന്നില്ല. ഈ ഒരു വാഹനമാണ് വന്നത്. ഒരു മഹീന്ദ്രയുടെ പിക്കപ്പാണ്, തിരുവല്ല രജിസ്ട്രേഷൻ വണ്ടിയാണ്. മൊട്ട ആയിട്ട് വന്ന വണ്ടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ എടുത്ത സമയത്ത് എന്താണ് സംഭവിച്ചത് കാരണം നമ്മളത് കണ്ടില്ല. ഫയർഫോഴ്സുകാരെ വണ്ടി വെട്ടിപ്പൊളിച്ചാണ് ആളെ എടുത്ത് കൊണ്ടുപോയത്. എന്തായാലും എറണാകുളം ഭാഗത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്, ലേക്ക് ഷോറിലേക്കായിരിക്കാം കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടാവട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് ഈ പള്ളിപ്പാട് സ്വദേശിയെ എത്തിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് സംഭവിച്ചതെന്നതാണ് ഇപ്പോൾ സമീപവാസികൾ പറഞ്ഞത്. ഇത് വളരെ ഭീകരമായ ഒരു അപകടം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പുലർച്ചെ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വാഹനത്തിന് മുകളിലേക്ക് മാത്രം ഇത് വീണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. അല്ലാത്തൊരു ഘട്ടമായിരുന്നുവെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ലായിരുന്നു അവസ്ഥ. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രയും വലിയ ഒരു ഗട്ടറാണ് താഴേക്ക് പതിച്ചു വന്നത്. 2 ഗട്ടറുകളാണ് താഴേക്ക് വന്ന് വീണത്. ഒരു ഗട്ടറിന് തന്നെ ഏതാണ്ട് 80 ടണ്ണിലധികം ഭാരമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയും വെയിറ്റുള്ള ഗട്ടറുകളാണ് താഴേക്ക് പതിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഗട്ടറുകൾ കോൺക്രീറ്റ് ഗട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് റോഡിൽ നിന്ന് നീക്കാനുള്ള പണികളാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ കരാർ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അശോക ബിൽക്കോൺ എന്ന സ്ഥാപനമാണ് ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഈ ദേശീയപാതയിൽ, അതായത് അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. നിരവധി അപകടങ്ങൾ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഒറ്റപ്പെട്ട യാത്രക്കാരൊക്കെ ഇതിന്റെ ചില നിർമ്മാണ സാമഗ്രികളൊക്കെ താഴേക്ക് വീണ് അല്ലെങ്കിൽ കുഴിയിൽ വീണ് അങ്ങനെയൊക്കെയുള്ള അപകടങ്ങളാണ് നേരത്തെ സംഭവിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പേടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ഈ ദേശീയപാത നിർമ്മാണം ഇവിടെ നടക്കുമ്പോൾ ഇതിന് താഴെ കൂടി സുഗമമായി വണ്ടികളൊക്കെ തന്നെ കടന്നു പോവുകയാണ്. ആ ഒരു സമയത്ത് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുക എന്ന് പറയുന്നത് ഇതുവഴി കടന്നു പോകുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഇത് ഈ ഒരു സ്ഥലത്താണ് ഇങ്ങനെ സംഭവിച്ചത്. ഇനിയും പലയിടങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ദേശീയപാതയിലുടനീളം. അവിടെയൊക്കെ ഏത് തരത്തിലാണ് അപകടം ഉണ്ടാവുക എന്നത് ഭയന്നാണ് പൊതുജനങ്ങൾ അതുവഴി യാത്ര ചെയ്യുന്നത്. സർവീസ് റോഡിൻ്റെ വശങ്ങളിലായി കെട്ടി ഉയർത്തിയിട്ടുള്ള ഭാഗത്ത് അവിടെ നിന്നും പാളികളായി സിമൻറ്റ് പാളികൾ ഇളകി വീഴുന്നത് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മഴ ശക്തമായി പെയ്യുന്ന സമയത്ത് മണ്ണിനെ നിയന്ത്രിച്ച് നിർത്താനായി അത്തരത്തിൽ സിമൻറ്റ് പാളികൾ ഉപയോഗിക്കുന്നത് എത്രത്തോളം സുരക്ഷിതമാണ് എന്നത് പൊതുജനങ്ങൾക്കുള്ള ഒരു ആശങ്കയാണ്. അതുപോലെ തന്നെ ഇപ്പോഴിതാ കുറച്ചുകൂടി ഭീകരമായ മറ്റൊന്നാണ് ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നത്.